എല്ലാവരും കൂടെ ഉണ്ടാവണം. എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയാം. എന്നാലും ഇപ്പം എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. ഇപ്രാവശ്യം അതിലും ശുഭപ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ 5 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ സാധിച്ചു. അവരുടെ വികാരത്തോടൊപ്പം, അവരുടെ വിഷമത്തോടൊപ്പം, അവരുടെ സന്തോഷത്തോടൊപ്പം അവരുടെ കൂടെ നിൽക്കുക മാത്രമല്ല, അവരിൽ ഒരാളായി മാറാൻ കഴിഞ്ഞ കൗൺസിലർക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു, നമ്മളെല്ലാ പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു. നമസ്കാരം. BCB ചാനലിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ നാട്ടിലോട്ടിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് കുമ്പളങ്ങാടാണ്. കുമ്പളങ്ങാട് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൃഷ്ണൻ ഉണ്ണിയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഓക്കെ, ഇപ്പോൾ നടക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഭാര്യയായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വൈഫാണ് നിന്നിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പക്ഷേ അതിനിടയിലൊക്കെ നമ്മൾ വിജയിച്ച് കയറി. ഭർത്താവ് നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു? ഒന്നും പറയാനില്ല. തീർച്ചയായും വീണ്ടും ഇവിടെ താമര തന്നെ വരികയുള്ളൂ. നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലം നമുക്കിതിൽ എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ പെൻഡിങ് വർക്കുകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വർഷം നമ്മുടെ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് അദ്ദേഹം നമ്മുടെ കൗൺസിലർ, BJP കൗൺസിലർ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് റോഡുകൾ ചെയ്യാനുണ്ടായിരുന്നു, കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരം അതൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാമ്പുംകാവിൽ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, റോഡ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ രണ്ടും ക്ലിയർ ആക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുമ്പളങ്ങാട് റോഡ് ഇപ്പോൾ ഒരു ആളുകളുടെ ഒരു ചെറിയൊരു പരാതി എന്ന് പറഞ്ഞാൽ ആ റോഡാണ്. ആ റോഡ് നമ്മളിപ്പോൾ കവിത ജയിച്ച് വന്നതിന് ശേഷം നമ്മൾ ഏകദേശം ചെയ്തതാണ് ഒരിക്കൽ. പക്ഷേ വീണ്ടും മഴവെള്ളം അതുപോലെ തന്നെ പൈപ്പ് ലൈനിൻ്റെ ചെറിയ ഇതൊക്കെ കാരണം റോഡ് കുറച്ച് പൊടിയിട്ടുണ്ട്. വീണ്ടും അത് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഭാഗം തുക മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഒരു ചെറിയൊരു വിഷമമുള്ളത്. നമ്മളിപ്പോൾ പരിഹരിക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പണി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി തന്നെ എല്ലാ സ്ഥലങ്ങളിലും കുറേ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒരുപാട് പദ്ധതികളുടെ നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വയോശ്രീ പദ്ധതി പ്രകാരം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിൽ നമ്മൾ പാർട്ടിപരമായിട്ട് പ്രധാനമന്ത്രിയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പാക്കി, ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ CPM-ൻ്റെ ആണോ, കോൺഗ്രസിൻ്റെ ആണോ, BJP-യുടെ ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എല്ലാ ആളുകളുടെയും കൂടെ കാലത്ത് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അവർ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. മാത്രമല്ല എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കുടിവെള്ളത്തിൻ്റെ, അതുപോലെ റോഡ് വികസനത്തിൻ്റെ, മറ്റുള്ള ആവാസ് യോജന പ്രകാരം വീട് കൊടുത്ത കാര്യങ്ങളിൽ അതിലെല്ലാം നമ്മൾ പരമാവധി പിന്നെ കാലത്ത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ചെന്നിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നത് അവിടെ ഞങ്ങൾ 2 പേരും ഉണ്ടാവാറുണ്ട്. ഒപ്പം നമ്മുടെ എല്ലാ പ്രവർത്തകരും ഒറ്റ മനസ്സോട് കൂടിയിട്ട് BJP വിജയിപ്പിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊരു ഹാട്രിക് വിജയം ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. വലിയ ഭഗവതിയുടെ നടക്കില്ലെന്നിട്ടാണ് പറയുന്നത്. വലിയ ഹാട്രിക് വിജയം ഞങ്ങൾ ഉണ്ടാവുന്ന ശുഭവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ എന്തായാലും നമ്മളൊരു വനിതാ സീറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ കവിതയ്ക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ സമ്മതിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. ഭയങ്കര പേടിയായിരുന്നു അവൾക്ക്. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് കവിതനെ കഴിഞ്ഞ ദിവസം നിർത്തിയത്. പക്ഷേ വടക്കാഞ്ചേരി നഗരസഭയിലെ ഏറ്റവും നല്ല കൗൺസിലറായിട്ട്, അത് CPM-മാർ പറയാണ്ട്, കോൺഗ്രസ്സുകാർ പറയാണ്ട് ഏറ്റവും നന്നായി ഷൈൻ ചെയ്യാൻ, പെർഫോം ചെയ്യാൻ പറ്റിയൊരു കൗൺസിലറാണ് കവിത. അതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ചെയ്ത കാര്യങ്ങളിൽ ഒരു തുടർച്ച എന്നുള്ളതിലേക്ക് എല്ലാ പ്രവർത്തകരും എന്നോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കണം, ഒരു ജനറൽ സീറ്റാണ്, അവരെന്നോട് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും ഒറ്റ മനസ്സോടെ എല്ലാവരും മീറ്റിംഗ് ഉണ്ടായപ്പോൾ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്, എന്നോട് നിൽക്കാൻ പോകുന്നു. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ്. അപ്പോൾ ഒന്നും അറിയാത്ത ആ കവിത അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. അത് അവർ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്നുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അതിനൊരു പരാതി ഇതുവരെ നമ്മൾ ഫോൺ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചാൽ വന്നിട്ടില്ല, ചെയ്ത് കൊടുത്തില്ല, ഒരു കാര്യം പറഞ്ഞാൽ അവരെ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി പോലും ഒരാൾ പോലും ഇതുവരെ. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ പരമാവധി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അവരെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു സ്വാന്തനമായിട്ട് അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ശക്തി. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമുക്ക് ആലോചിച്ചറിയില്ല, 41 ഡിവിഷനിലെ ഒരേ ഒരു BJP സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. അതിൽ നമുക്ക് സീറ്റ് പോലും കിട്ടാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ഒരു സീറ്റിന് പോലും മടി ഉണ്ടാക്കി നമ്മൾ സീറ്റ് വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒരു ഇടയിൽ പോയിരുന്ന നമ്മൾ കോൺഗ്രസിൻ്റെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെയും LDF-കാരുടെയും ഇടയിൽ പോയിരുന്ന കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മൾ അവിടെ അടി ഉണ്ടാക്കിയിട്ടാണ് ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു സീറ്റ് അവിടെ പിടിച്ചെടുത്ത് ഞാൻ വന്നില്ലെങ്കിൽ ഈ സീറ്റ് ഒഴിച്ചിടണം എന്ന് പറഞ്ഞ് നമ്മൾ അത്ര
ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ അതിനുള്ളിൽ ബുദ്ധിമുട്ടായിരുന്നു. രണ്ട് കൂട്ടരും കൂടിയിട്ട് നമുക്ക് നമ്മുടെ മേലെ കയറുന്നു പറഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിരുന്നത്. കേന്ദ്ര ഫണ്ടുകൾ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് അവരൊരു കൗൺസിൽ യോഗത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ, അതേപോലെ ഇപ്പോൾ ഓപ്പൺ ജിം, അത് അവരുടേതായ ഡിവിഷനിലേക്ക് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് എന്നാൽ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ട് ഏതൊക്കെ ഡിവിഷനിൽ അത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു ചർച്ചയോ കാര്യങ്ങളൊന്നുമില്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ മൊത്തം അവരെടുത്ത് അവരുടെ ഡിവിഷനിലേക്ക് ഡിവൈഡ് ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെല്ലാവരും അറിയണത്. ഇത്തവണ ഒരാൾ മാത്രം വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? അത് 100% ആണ് വിജയപ്രതീക്ഷ. അതൊന്നും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം നമ്മൾ അതുപോലെ ആളുകളുടെ കൂടെ നിന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ വടക്കാഞ്ചേരിയിൽ ഒരാൾ മാത്രം ഇനി ഒതുങ്ങുമോ അതോ ഇല്ല, ഉണ്ടാവും. എന്തായാലും നമ്മളൊരു പ്രതീക്ഷിച്ചാലും കൂടുതലൊരു 2 സംഖ്യയിലേക്ക് എത്തുന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിനുള്ള വർക്ക് നടന്നുണ്ട്. മാത്രമല്ല നല്ല നല്ല സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലത്തും BJP ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വലിയ ശുഭപ്രതീക്ഷ. മാത്രമല്ല ഒരു അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ 2014 നമുക്കറിയാം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ, ഒരു ജാതകം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ മുന്നേറ്റം ആദരണീയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു അലയോലികൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കേരളത്തിൽ 20% വോട്ടിലെത്തി BJP നിൽക്കുകയാണ്. ഇനി നമ്മൾ 25% ഈ നിയമസഭ ഈ പഞ്ചായത്ത് ഇലക്ഷൻ എത്തുന്നുള്ള ഒരു വലിയ ഒരു പ്രവർത്തന പദ്ധതി എല്ലാം പാർട്ടിക്കുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് എത്തുന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ ജനങ്ങളും മാറ്റി ചിന്തിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ BJP പോലും സ്വപ്നം കണ്ടത് ഒരു 130, 140, പക്ഷേ 200 കടന്ന് 202 എത്തി എന്നുള്ള ഒരു വലിയ ശുഭപ്രതീക്ഷ. അതെല്ലാം ആദരണീയനായ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബഹീരത പ്രയത്നം, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അത് തന്നെയാണ്. അദ്ദേഹം എന്നും പാവപ്പെട്ട ആളുകളുടെ കൂടെ നിന്നിട്ടുണ്ട്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നോക്കില്ല, എല്ലാ സ്ഥലത്തും ഡൽഹിയിൽ കഴിഞ്ഞ സമയത്ത്, ബീഹാറിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ആവേശം കൊണ്ട് BJPയുടെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരാണ് കൂടുന്നത്, അവരാണ് വിജയിപ്പിച്ചത്. അതും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ട് എല്ലാ ആളുകളും, സ്ത്രീകളടക്കം എല്ലാ ആളുകളും നമ്മുടെ കൂടെയുണ്ട്. വലിയൊരു ശക്തിയായിട്ട് BJP ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല കാര്യത്തിൽ. മാത്രമല്ല നമുക്കിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇവർ വിചാരിച്ച CPM-ഉം കോൺഗ്രസ്സൊക്കെ വിചാരിച്ച ഈ വാർഡ് വിഭജിച്ചിട്ട് സാധാരണ നമ്മളൊരു 1500, 1400 ജനസംഖ്യാനുസൃതമായിട്ട് വാർഡ് വിഭജിക്കുക, അത് കഴിയുമ്പോഴാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ വോട്ടർമാർ 1261 പേരാണ് നമ്മുടെ വാർഡിലുള്ളത്. പക്ഷേ നമ്മുടെ ഉറച്ച വോട്ടുകൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഏരിയ മുഴുവൻ, അതുപോലെ ആശ്രമം വ്യാസാകുളൻ്റെ ഭാഗത്തുള്ള നമ്മുടെ ഉറച്ച വോട്ടുകൾ BJPയെ തോൽപ്പിക്കണമെന്ന് മനപ്പായസം ഉണ്ടെന്ന ആളുകൾ അവർ അതെല്ലാം വെട്ടിമാറ്റി അത് പാലക്കാട് ഭാഗത്തേക്കിട്ടാണ്. പ്രായമായിട്ട് ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ആളുകളാണ് ഇവിടെ. ആ പ്രായമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ 4 കിലോമീറ്റർ ചുറ്റി റെയിൽവേ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അത് നമ്മൾ അതിനെതിരെ നമ്മൾ പരാതി കൊടുത്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ, പക്ഷേ അതിനൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോൾ CPM-ൻ്റെ ആളുകൾ അവർ വിചാരിക്കുന്ന തരത്തിലാണ് എല്ലാം വെട്ടിമുറിച്ചിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാതെ BJPയെ തോൽപ്പിക്കുക എന്നുള്ള വലിയ ഒരു അജണ്ട മുന്നിൽ നിർത്തി മാത്രമാണ് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് BJPയെ തോൽപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ അജണ്ടയാണ്. ആ UDF ഭരണകാലത്താണ് കുമ്പളങ്ങാട് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് മാലിന്യ പ്രശ്നം. എല്ലാ സ്ഥലത്തുള്ള ജൈവ മാലിന്യം, അതുപോലെ മാലിന്യങ്ങളും എല്ലാ കുമ്പളങ്ങാട് കൊണ്ടുവന്ന് ഒരുപാട് നിയമം ഇപ്പോഴും പ്രവർത്തനം കുറേ പേര് കേസാണ്. ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടാണ് അത് വിജയിച്ചത്. പക്ഷേ വീണ്ടും മുനിസിപ്പാലിറ്റി പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. പദ്ധതി വെച്ചാൽ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ടവർ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീണ്ടും ഞങ്ങൾ വലിയൊരു സമരത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാരണം അവിടെ കുട്ടികൾക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല ഈച്ച ശല്യം കൊണ്ട്. ആ മാലിന്യം കുമ്പളങ്ങാടിനെ മാലിന്യമാക്കി മാറ്റിയത്, മാലിന്യത്തിൻ്റെ കൂമ്പാരമാക്കിയത് ഇവിടുത്തെ UDF അന്നുണ്ടായിരുന്ന UDFൻ്റെ ആളാണ്. ഇന്ന് ഇവിടെ നിൽക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ഇവിടെ ഈ മാലിന്യം കൊണ്ടുവന്നതും ഈ കുമ്പളങ്ങാടിനെ നശിപ്പിച്ചതും. കാരണം നമുക്കറിയാം കുടുംബക്കാവ് ക്ഷേത്രം നമ്മൾ ചെറുപ്പത്തിലൊക്കെ എത്രയോ 100 കണക്കിന് കുട്ടികളും സ്ത്രീകൾ കുളിക്കും, തിരുമ്പലും അതുപോലെ ചാടി മറല. ആ വെള്ളത്തിന് ഒരു കുഴപ്പമാണ്, പക്ഷേ ഇന്ന് ആ വെള്ളം കുളിക്കാൻ പോലും പറ്റാത്ത, കുടിവെള്ളത്തിന് കിണറുകളിൽ വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് അവർ നാടിന് വേണ്ടി ചെയ്ത സംഭാവന. പക്ഷേ BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ ആളുകളുടെയും കൂടെ ഞങ്ങളുണ്ട്. അത് അവർക്കറിയാം, അനുഭവപ്പെട്ടതാണ്. അവരുടെ ഒപ്പം ഞങ്ങളുണ്ട്. എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഞങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കും BJP. ഇനി നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റുകൾ നമ്മുടെ MP ഫണ്ട് ഉപയോഗിച്ച്, പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. അതൊക്കെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം നിന്ന BJP സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിക്കണം എന്നുള്ള വലിയൊരു അഭ്യർത്ഥന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.